നിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എടുക്കുന്നുണ്ട്. മാട്ടുന്നു നിക്ക് മാട്ടുന്നു. ഇത് കുടുംബപരമായിട്ടുള്ള ഒരു കിട്ടിയ മത്തിക്കറിയാ. ചക്കയുമായി തലയിലേന്തി പോകുന്ന നീലേശ്വരത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. അപ്പോൾ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഞാൻ ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് തന്നെ ഇട്ടപ്പോൾ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വിപിനയുടെ ആദ്യത്തെ പുസ്തക പ്രകാശനം. അതെ, അതാണ് പ്രണയവസന്തം എന്ന് പറഞ്ഞ ആ ഒരു കഥ നോവല് ഇന്നൊരു പുസ്തകമായി മാറിയാണ്. അപ്പോൾ ആ ചടങ്ങുകൾ നടക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലാണ്. ഇവിടെ നികിയൊക്കെ 1ാം ക്ലാസ് തൊട്ട് ഇവിടെയാണ് പഠിച്ചത്, വിപിനെല്ലാം. അപ്പോൾ ഈ സ്കൂളിൽ വെച്ചിട്ട് നടത്താൻ പറ്റുന്ന വലിയ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ കുറച്ച് പ്രമുഖരായ വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കണ്ട് ഈ പ്രോഗ്രാം എല്ലാം കണ്ട് ഈ പുസ്തക പ്രകാശനം എല്ലാം കണ്ടിട്ട് വരാം അല്ലേ. ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ MLA സഖാവ് KV സുമേഷ് അവരെയും ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരം കൂടിയായ നിഖിനേച്ചി, സജീഷേട്ടൻ അവരെയും ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വിപിനയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്നത്തെ സാധിക്കുകയാണ് കേട്ടോ. വിപിനയുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വിളക്ക് തെളിയിക്കലും കാര്യങ്ങളൊക്കെയാണ്. അതാണ് പറയുന്നത്, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടായാലും അത് നമുക്ക് കിട്ടുമെന്ന്. ഈ ഒരു അവസരം ഒന്നുകൂടി ഭംഗിയാക്കാൻ സാധിച്ചത് നമ്മുടെ MLA സുമേഷ് ചേട്ടനോട് ഇവിടെ വന്നതുകൊണ്ടാണ്. അപ്പോൾ പുസ്തക പ്രകാശനം കഴിഞ്ഞു. ആദ്യത്തെ പുസ്തകം ഞങ്ങൾ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സുമേഷ് ചേട്ടൻ 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹാളിലായതുകൊണ്ട് എക്കോ കാരണം ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, രഞ്ജിയേട്ട, ശിവമാവൻ, ലാലുപ്പ. അങ്ങനെ അവരുടെയൊക്കെ സംസാരത്തിലൂടെ വിപിനക്ക് വീണ്ടും ഒരു പ്രോത്സാഹനം കിട്ടി. എല്ലാവരുടെ ആശംസകളും അറിയിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും എഴുതി. അങ്ങനെ നീണ്ട കൊല്ലം, അതായത് 25 വർഷം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിനക്ക് 25 വർഷത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി നിനക്ക് അത്രക്കും എഴുത്തിനോടുള്ള ഭ്രമമുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ മോളൂട്ടിയുടെ, എൻ്റെ നിധിയുടെ മോളെ പ്രായത്തിൽ ഞാൻ എഴുതാൻ തുടങ്ങിയതാണ്. ആ എഴുത്താണ് ഇന്ന് എനിക്ക് 36 വയസ്സ് തികഞ്ഞിട്ട് ഞാൻ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും എനിക്ക് എഴുത്തിലൂടെ തന്നെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനെനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കിയത് എൻ്റെ ആനന്ദേട്ടൻ തന്നെയായിരുന്നു. പ്രതിലിപിയെ പോലത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആനന്ദേട്ടൻ തന്നെയാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. പക്ഷെ അതൊരു നേരം പോക്കിന് ആനന്ദേട്ടൻ അന്നേരം പറയുമായിരുന്നു, നീ എഴുതി തുടങ്ങിയാൽ നമുക്ക് തലവേദന കുറേ കുറഞ്ഞു കിട്ടുമല്ലോ എന്ന്. പക്ഷെ പുള്ളി അത് പറഞ്ഞത് തമാശക്കാണെങ്കിലും അത് എനിക്ക് സീരിയസ് ആയിട്ടാണ് തോന്നിയത്. കാരണം പുള്ളിക്ക് തലവേദന ഒഴിഞ്ഞു കിട്ടുമ്പോൾ എൻ്റെ ആഗ്രഹമാണ് അവിടെ സഫലമായത്. അതിനെന്നെ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ സജീഷോഫിയും നിധിയും അവരെന്നെ ഒരുപാട് എന്താ പറയുക, വിഘ്നേച്ചിൻ്റെ കഥ, വിഘ്നേച്ചിൻ്റെ നോവൽ എന്ന് പറഞ്ഞ ഒരുപാട് പ്രതിലിപിയിൽ നമ്മളെ വായിക്കുന്ന ഒരുപാട് വായനക്കാർ, നിധിയുടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നു. അത് എടുത്തു പറയാൻ തക്ക ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആരെ പറയണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ 1-2 പേരെ ഞാൻ പറയാം. എൻ്റെ ഷമ്നേച്ചി, എൻ്റെ റിയ പാലക്കാട്, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും സമയം എന്നെ കേട്ടിരുന്നതിനും ഈ ചടങ്ങ് വലിയൊരു വിജയമാക്കി തീർത്തതിനും ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിപിനക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് വിപിനയുടെ പ്രസംഗം മാത്രം കുറച്ച് കൂടുതൽ ഇട്ടത്. വിപിനയുടെ മനസ്സ് തുറന്നിട്ടുള്ള കാര്യങ്ങളാണ് അവൾ പറഞ്ഞത്, അവളുടെ ആഗ്രഹങ്ങളും. വിപിനെ, പുസ്തകം ഇന്നലെ തീർന്നു പോവോ? പുസ്തകം അപ്പം നിങ്ങൾക്കും വിപിനയുടെ പ്രണയവസന്തം അല്ലേ, പ്രണയവസന്തം എന്ന് പറഞ്ഞ നോവൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറായി കൊടുത്തേക്കാം. ഞങ്ങളുടെ അമ്മായി തന്നെയാണ്. സന്തോഷം, കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള സപ്പോർട്ട് അതാണ്. ഈ ചേട്ടൻ്റെ ഒക്കെ ഞങ്ങളുടെ സ്വന്തം ഏട്ടന്മാരൊക്കെ തന്നെ. സൂര്യ, നീയും കടന്നു വന്നതല്ലേ?
അപ്പോൾ പ്രണയവസന്തം എന്ന് പറഞ്ഞ ഈ നോവൽ നിങ്ങൾക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഭിന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വാങ്ങാൻ വേണ്ടി പറ്റും. കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുക. എവർലൈൻ പബ്ലിക്കേഷൻസിലൂടെയാണ് ഇതിപ്പോൾ സെയിൽ ചെയ്യുന്നത്. അവരാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ആ കോൺടാക്ട് നമ്പർ കൊടുക്കുക. ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ 300 രൂപയാണ് ഈ പുസ്തകത്തിന് വരുന്നത്. ഈ ഒരു അവസരത്തിൽ വിപിനയ്ക്ക് ഗിഫ്റ്റ് സമ്മാനിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ ഒരു പുസ്തകമൊക്കെ വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സുമിയേച്ചി, ഞങ്ങൾ സ്വന്തം സുമിയേച്ചി ചേച്ചിന്ന് വിളിക്കുമെങ്കിൽ സുമിയേച്ചി എന്ന് പറഞ്ഞാലില്ലേ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ കൈപിടിച്ച് ആദ്യം എൻ്റെ ചേച്ചിയാണ് ഇവിടെ എത്തിച്ചത്. കാരണം ഞാൻ കരഞ്ഞു പോകും. അപ്പോഴും സുമിയേച്ചി പറയൂ, വേണ്ട ചേച്ചി നല്ല എഴുത്താണെന്ന് പറഞ്ഞ അന്നും ആ എന്താ പറയുക 6ാം ക്ലാസ്സുകാരിനെ കൈപിടിച്ച് ഇന്നിടാ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചതാണ് സുമേച്ചിയാണ്. കൊണ്ടുവന്ന പുസ്തകങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. കുടുംബത്തിലുള്ള എല്ലാവരും വിഭിന്ന സപ്പോർട്ട് ചെയ്തു. പുസ്തകങ്ങളൊക്കെ വാങ്ങിയതാ. അച്ഛനും അമ്മ വരെ പൈസ കൊടുത്ത് വാങ്ങി കേട്ടോ. ഇനി ബുക്ക് എൻ്റെ കയ്യിലില്ല. ഇനി എല്ലാം പബ്ലിക്കേഷൻ, എവർലൈൻസ് പബ്ലിക്കേഷൻസ് മുഖേന സജി ഷോപ്പിൽ നമ്പർ കൊടുത്തോ, അവർ മുഖേന. പിന്നെ ഓർഡർ കയ്യിൽ നിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി എന്നെ വിളിക്കണം. എൻ്റെ നമ്പർ കൊടുക്കാം. പറയാം, വീഡിയോ പറയാം, കട്ട് ചെയ്യാം. അപ്പോൾ ഈ കേക്ക് വിപിനക്കായിട്ട് സമ്മാനിച്ചത് നമ്മുടെ ചേച്ചിയാണ്, ഷബിനേച്ചി. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് സന്തോഷമായിട്ട് എല്ലാവരും കൂടി പിരിയാം. ഇനി ഇവർക്ക് കസിൻസിനെല്ലാവരും കൂടി ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണത്. ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്തു പറയുന്നു? വിപിനക്ക് എല്ലാവിധ ആശംസകളും. നികിട മൂത്ത മാമനും അമ്മായി അല്ലേ? അപ്പൊ സന്തോഷത്തോടെ ബുക്കൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. പ്രണയവസന്തത്തിന്റെ മധുരം. ഇനിയും അതുപോലുള്ള പ്രണയവസന്തം പോലുള്ള ഒരുപാട് നോവലുകൾ എഴുതി എല്ലാവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ എനിക്ക് കഴിയണം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ കഴിക്കുന്നതേ. ഇതിനിടെ ചങ്ക് ഫ്രണ്ട്സാണ്. അങ്ങനെ പുസ്തക പ്രകാശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് എത്തി അല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ ഒരു സംഭവം നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇതെന്താ പെട്ടെന്ന് നമ്മൾ അതും കഴിഞ്ഞ് അച്ചാറിലേക്ക് കയറിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറാണ്. കാണിച്ചെനിക്ക് ആ ചെമ്മീനൊന്ന്. അയ്യോ, നിറച്ച് ചെമ്മീനാണ്. ഇതുണ്ടോ, ചെമ്മീൻ നിറഞ്ഞിട്ട് കയ്യിൽ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഫുൾ ചെമ്മീൻ. ഇതുണ്ടോ, ഒന്ന് കാണിച്ചങ്ങനെ. അപ്പോളേ ഈ ചെമ്മീൻ അച്ചാർ കാണിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇത് വഞ്ചമുത്തമ്മ വിന്തമ്മേന്റെ പെറ്റമ്മേന്റെ അനിയത്തിയാണ്. അത് വിന്തമ്മേന്റെ ഏച്ചിയാണ്. നേരെ ഏച്ചി. എങ്ങനെയുണ്ട് അച്ചാർ? എങ്ങനെയുണ്ട്? സൂപ്പർ അച്ചാറാണ് ഗൈസ്. അപ്പൊ നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ. ഇതേ ചെമ്മീൻ അച്ചാറ് നമ്മളോട് ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോസിൽ ചോദിക്കാറുണ്ട്, വിന്തമ്മേന്റെ ചെമ്മീൻ അച്ചാറ് ചമ്മന്തിപ്പൊടിയൊക്കെ എവിടെയെന്ന്. വിന്തമ്മ ശരിക്കും പറഞ്ഞ വിന്തമ്മനെ ചമ്മന്തിപ്പൊടി ആക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരാളുണ്ട് ഇവിടെ. ആ ആളുടെ അച്ചാറാണ് ഇത്. കണ്ട, ഇതിന്റെ പേരെന്താന്നറിയോ? അമ്മ അച്ചാർ, അമ്മ ചെമ്മീൻ അച്ചാർ, ഹോം മെയ്ഡ്. അതായത് വേറെ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ശുദ്ധമായ ചെമ്മീനിൽ നല്ല അടിപൊളിയായിട്ട് ആക്കിയ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയെടുത്ത അച്ചാർ. അതെ. അപ്പൊ നിക്ക് കാണിക്കതിന്റെ ആളാ. അമ്മേന്റെ നേരെ അനിയത്തി ശൈല ചിറ്റ. ഇവരുടെ രണ്ടാളുടെയും അമ്മ, വേറൊരു മോനും കൂടി ഉണ്ട്. അപ്പൊ ഇവര് വീട്ടിൽ നിന്ന് തന്നെ ആക്കുന്ന അച്ചാറാണ് ഇത്. നീലേശ്വരമൊക്കെ ഫേമസ് ആണ്. അപ്പൊ നമ്മൾ ഈ തവണ പറഞ്ഞ് ഇവരിങ്ങോട്ട് വന്നപ്പോ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, കുറച്ച് അച്ചാറിന് എടുത്ത് എല്ലാരും കൊടുക്കാൻ. അപ്പൊ നമ്മുടെ വീഡിയോയിലും കാണിക്കാം. അച്ചാർ എന്നൊക്കെ പറഞ്ഞ മക്കളെ, ചെമ്മീൻ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇത് ചെമ്മീൻ അച്ചാർ മാത്രമല്ല കേട്ടാ, എല്ലാ അച്ചാറും ഉണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടിക്ക് ഒരുപാട് പേര് എന്നോട് ചോദിക്കലുണ്ട്. ഇനി ചമ്മന്തിപ്പൊടി ചോദിക്കുന്നവര് ഇതേ ഈ നമ്പർ കൊടുത്തേക്കാം. ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞ എത്തിച്ചു കൊടുക്കണേ. അപ്പൊ അയച്ചു തരും കൊറിയറില്. ആണോ? അപ്പൊ ഓർഡർ അനുസരിച്ചിട്ട് ആക്കി കൊടുക്കും. വിളിച്ചോ നിങ്ങള്. അച്ചാറ് വേണ്ടവര് എല്ലാം, ചെമ്മീനച്ചാറും എല്ലാ മീനച്ചാറും എല്ലാം ഉണ്ട്.
വേണ്ടവരൊക്കെ വിളിച്ചോ അല്ലേ? ചമ്മന്തിപ്പൊടി മാത്രം ഓർഡർ അനുസരിച്ച്, ചമ്മന്തിപ്പൊടി മാത്രം അത് കുറെ കാലം ഇരിക്കാത്തോണ്ട് അല്ലേ, ഓർഡർ അനുസരിച്ച് ഫ്രഷ് ആയിട്ട് അപ്പൊ ആക്കി കൊടുക്കുന്നതാണ്. ഉണക്ക ചെമ്മീൻ ഇപ്പൊ മഴയായതുകൊണ്ട് ഉണക്കാൻ പറ്റാത്തോണ്ട് അതുകൊണ്ട് കോൺടാക്ട് ചെയ്യുക. അതെ, നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. ചെമ്മീൻ്റെ ഒക്കെ അവൈലബിലിറ്റി കൂടുമ്പോ അയച്ചു. ചെമ്മീൻ അച്ചാർ എപ്പോഴും കിട്ടും. അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചോ. അമ്മ അച്ചാർ പരസ്യം ആണോന്ന് വെച്ചാൽ ചിറ്റക്കുള്ളൊരു പരസ്യം, നമ്മുടെ കുടുംബത്തിലെ പരസ്യം. അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചോ. ചിറ്റ നമ്പർ തരണോട്ടെ, ഞാൻ കൊടുക്കാം നമ്പർ ഇവിടെ. ശരി എന്നാ, അതൊക്കെ ഞാൻ വെച്ചോളാം കേട്ടോ. അപ്പൊ ഇതിൽ നമ്പർ ഉണ്ട്, ഇതിനകത്ത് നമ്പർ ഉണ്ട്. അത് കൂടാതെ ഞാൻ നമ്പർ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞങ്ങളെല്ലാം നേരത്തെ എത്തി. ഞങ്ങളുടെ കഥാകാരിത ഇപ്പൊ വരുന്നേ ഉള്ളു. അവരെല്ലാം പറഞ്ഞു വിട്ടിനാ, അവരെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഇപ്പൊ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു പിടി ആളുകളുണ്ട്. നിങ്ങളുടെ ബാക്കിലുള്ള ജിതു മഹർഷി, പറഞ്ഞ പോലെ മുടി കെട്ടിയിട്ട് മഹർഷി. ഇതൊക്കെ ആക്കി ഇന്ന് എന്താ സ്പെഷ്യല് കാണട്ടെ. ചിറ്റയുടെ സ്പെഷ്യലാണോ ഇതെന്താ? പടവലങ്ങ ഒലത്തിയത്. ഇത് നല്ല മുളകിട്ട ഇത് കുടുംബപരമായിട്ടുള്ള ഒരു കിട്ടിയ മത്തിക്കറിയാ. പിന്നെന്താ അത് മത്തിക്കറി തന്നെ അതവിടെ. അത് ചിക്കൻ കറിയാണ് ഗൈസ്, ചിക്കൻ കറി. അത് ചൂടാക്കി ഇന്നിട്ട് പറ്റിക്കുന്നത്. പിന്നെ ചോറ്, പിന്നെ വഞ്ചമുത്തമ്മേന്റെ സ്പെഷ്യൽ കൈപ്പക്ക. ഇത് വഞ്ചമുത്തമ്മ ഞങ്ങൾക്കായിട്ട് കൊണ്ടുവന്നതാണ് കൈപ്പക്ക തീയലും. ഇത് പക്ഷെ എല്ലാരും ചോദിക്കുന്നത് പച്ചക്കറി ഒന്നും ഇല്ല. പച്ചക്കറി പച്ചക്കറി ഇത് പച്ചക്കറി. പിന്നെ ചെമ്മീൻ അച്ചാർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയുടെ ശൈലചിറ്റയുടെ അമ്മ അച്ചാർ. എന്താണ് ഇത് എപ്പോഴും ഇങ്ങനെ കരച്ചിലാണല്ലോ അടിയത് നിന്നു? ഇത് കരച്ചിൽ ഭാവമുള്ളത്. കൈപ്പക്കന്റെ ഒരു കയ്പും പക്ഷെ ഇതിനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ഇത് കണ്ടോ, ഇതെന്റെ ഇളയമ്മ ആക്കി കൊടുത്തതാണ്. ചിറ്റ ഇളയമ്മ നല്ല കൈപ്പക്കറി, നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് വേണം അമ്പലേശം. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എടുക്കുന്നുണ്ട്. മാട്ടുന്നു കാരണമില്ല, അച്ഛനെല്ലാം ഭയങ്കര ഇഷ്ടം. എടുത്തോ ലേശം. എന്റെ അമ്മ മെലിഞ്ഞ സന്തോഷായി. മോനെ ഞങ്ങളുടെ ബ്യൂട്ടീനെ നോക്ക്, നല്ല കുപ്പായം, നല്ല രസമുണ്ട് കാണാൻ കേട്ടാ. മോഡലായിട്ട് നടന്നു വന്നേ മോഡലായിട്ട്. അങ്ങനെയല്ല, മോഡലായിട്ട് നടന്നു വന്നേ. മോഡലായിട്ട് നടക്കൂലേ? നടന്നു വന്നേ. മുന്നോട്ട് കിടക്ക്. കണ്ട ഓ അയ്യോ മോനെ, ഇതിങ്ങനെയാണ് മക്കളെ മോഡൽ. കണ്ടു പഠിച്ചോ, മോഡലൊക്കെ കണ്ടു പഠിച്ചോ. ഇതാണ് സാധനം. എല്ലാരും കണ്ട ആ വാക്ക് കണ്ട, റാം വാക്ക്, കാറ്റ് വാക്ക്, എന്താ പറയണ്ടേ ഇതിനാ? 1.5 വാക്കോട് വാക്ക് അല്ല ഇന്ദ്രോ? അങ്ങനെ ഇവര് ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടാ. മത്തിക്കറി കാണാൻ തന്നെ നല്ല രസമുണ്ട്. ചിറ്റേന്റെ ചെമ്മീൻ അച്ചാർ, മത്തിക്കറി അച്ചാള് ഇതാ ലൈ ചേച്ചി. ഇതാ ഈ മത്തിമുളക് ഇട്ടത് നമ്മള് എല്ലാവരും നമ്മുടെ പാരമ്പര്യ മത്തിമുളക് ഇട്ടതാണല്ലേ. എന്തുണ്ട്? അതെ, വിരുന്നുകാരെല്ലാരും കൂടി ഇതാ കറിയും ചോറെല്ലാം ആക്കിട്ട് ചോറ് നിന്ന്. എന്തുണ്ട് ഓപ്പക്ക് ചിക്കൻ കറിയിൽ വേണ്ട? വഞ്ചമുത്തമ്മേന്റെ ഓപ്പേ വഞ്ചമുത്തമ്മേന്റെ കൈപ്പക്ക തീയല്. നല്ല ടേസ്റ്റ് ഉണ്ട്. എടുത്ത് കഴിച്ചു നോക്ക്. ഇതാണ് അടിപൊളി ചോറ്. എനിക്ക് ഇങ്ങനെ ഇഷ്ടം. എല്ലാ കറിയും ഒരു ചോറിൽ ഒഴിച്ചിട്ട് അങ്ങനെ തിന്നണം. അടിപൊളിയല്ലേ? എനിക്ക് വായിന്ന് വെള്ളം വരുന്നു. ചോറ് നമുക്ക് കൊതിയാകുന്നു. ഞാനും എന്റെ മക്കൾക്കും ചോറ് കൊടുക്കട്ടെ. എന്ത് മോക്ക് എന്നും പറഞ്ഞ ഓരോ പിടി സൂര്യൻ തിന്നു. ജിതു അപ്പ, സൂര്യയുടെ ഭർത്താവ് അല്ലേ? സൂര്യ എന്റെ മാമന്റെ മോൻ, എന്റെ ചിറ്റേന്റെ മോളെ കല്യാണം കഴിച്ച്.
നിക്ക് ഹാപ്പി അല്ലേ? എല്ലാരും ഭക്ഷണം കഴിക്കലായി. നിരന്നിരുന്ന് ഇവിടെ എല്ലാരും ഭക്ഷണം കഴിക്കണ്ട. അപ്പൊ വീണ്ടും ഇനി ഇവരെല്ലാം പോകുമ്പോ പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ട പോലെ തോന്നും അല്ല, പിന്നെ ഒരു സൈലന്റ് ആയ പോലെ തോന്നും മൊത്തം. എല്ലാരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വിന്തമ്മ മാത്രം കഴിക്കാതെ നടക്കണം. വിന്തമ്മ എന്താ ഭക്ഷണം കഴിക്കാത്ത? ഇവരൊക്കെ പോയിട്ട് കഴിക്കാൻ. ഇതിന് കഴിച്ചാ ചക്ക നോക്കി ചക്കയിൽ കൊതിമൂത്തിരിക്കുന്ന ടീംസാ. ചക്ക ഇവിടെ നമ്മുടെ മാവ് നികിട അച്ഛൻ, നിന്റെ അച്ഛൻ വെച്ച മാവാ നികിത്? അച്ഛൻ വെച്ച മാവാ? ആ, അച്ഛൻ വെച്ച മാവിലെ ചക്ക എങ്കാത്ത്. ഇത് മിക്കവാറും എന്തെങ്കിലും സംഭവിക്കും ഗൈസ്. ഇവിടെ മഴ കയറുന്നുണ്ട് ബക്കറ്റും വെള്ളത്തില്. ആര് കുത്തിയത്? തരും കേറ്. ഇതെങ്ങനെ കൊണ്ടുപോവാ അമ്മായിയൊക്ക? ആ, കാറിലാണ് വന്നല്ലേ? ആരുടെ കാറിലാണ് വന്നപ്പോ നിങ്ങള്? അത് നിന്ന് പൊട്ടി വീഴും കേട്ടാ. ഞാൻ വീഡിയോ റെക്കോർഡ് ഓഫ് ആക്കണ്ട. എനിക്ക് ഓഫ് ആക്കണ്ട. അതാ എടി അത് പിടിക്ക്. താഴോട്ട് വീണോ? പിടിച്ചോർക്കടി പോയിട്ട്. അതാ ചക്കയിൽ വെച്ച് പിടിച്ച ചക്കനെ പൊട്ടു. പോ ഇവിടേക്ക്. അല്ല, താഴെ പോയി പിടിക്ക്. മുറിച്ചിട്ട് സപ്പോർട്ട് മുറിക്കടി. ചക്കട അവകാശികൾ ആരൊക്കെയാ പിടിച്ചേ? ആ, പൊന്തട്ടെ അങ്ങട് ചക്ക, പൊന്തട്ടെ. പോട്ടെ അങ്ങട് ചക്ക പോട്ടെ. ചക്ക കഴിഞ്ഞിട്ടില്ല. ഇവിടെയുണ്ട് ചക്ക ഇനി ലൈ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ലൈ ചേച്ചി അമൃതേട്ടന് വേണ്ടി പറിക്കുന്നുണ്ട് ചക്ക. ഇതാ അടുത്ത ചക്ക ചേച്ചിക്ക്. 2 ചക്ക. ആ പിടി. ആരാണ് ചക്ക? നീക്കല്ലേ ചക്ക കൊണ്ടോ? ഓ, ഇതാ ഈക്കലോട്ട്, ഇത് മറ്റിങ്ങോട്ട്. അത് നീലിച്ച് ഹൊയ്യാര അടുത്ത് ചക്കയുമേ തലയിലേന്തി പോകുന്ന നീലേശ്വരത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇവിടെ ഇപ്പൊ ഒരു ആശയക്കുഴപ്പം വന്നിട്ടുള്ളത്. ഈ ചക്കയില് പഴപ്ലാവ് ഏതാണ് അല്ലാതെ വരിക്കച്ചക്കയാണെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ചക്കനെ പറ്റി അറിയാവുന്ന ആൾക്കാര് അതായത് ഇതിപ്പോ ഈ ഇങ്ങനെ പറയണത് മുള്ളുണ്ടെങ്കിൽ വരിക്കച്ചക്കയാണെന്നാ പറയുന്നതെന്ന് ഇവര് പറയുന്നു. അപ്പൊ പറയണം കേട്ടാ. ഞാൻ തിരിച്ചു കൊണ്ടുവരും. പഴപ്ലാവാണെങ്കിൽ വേണ്ടെന്നാ പറയണത്. എന്ത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയണേ. എങ്ങനെയത് മനസ്സിലാക്കുക നമുക്കറിയില്ല. മുള്ളുള്ളത് വരിക്കച്ചക്കയാണെന്ന് പറയണത്. അപ്പൊ വരിക്കച്ചക്കയുടെ ചോള കണക്കിന് തൊടുത്തൊരു കല്യാണി, തൊടുത്തൊരു കല്യാണി കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. വേഗം പോയാ ചെല്ല്. അത് കരയുന്ന. ഓക്കെ, ബൈ ടാറ്റ. മറ്റേ നോക്കിട്ട് ഇന്നെ ഇടണം അങ്ങോട്ട്. അത് ടാറ്റ. അടുത്ത ആള് ചക്ക എവിടെ? എന്നാ ഓക്കെ, ടാറ്റ. അപ്പൊ അടുത്ത തരത്തിലാണ്. ശരി. ഓക്കെ ഓക്കെ. എല്ലാരും പോവാൻ പറ്റും. വേമ്പോ തല്ലച്ച് കണ്ടുപോ. 10-30 കിലോ ഉണ്ട് കേട്ടോ. വരുന്നുണ്ട്. ചക്ക പകുതിക്കുന്ന കൈമാറണേ. താലം കൈമാറുന്ന പോലെ കേട്ടാ. പകുതിക്ക്
എല്ലാരും ചിരിക്കുന്ന അങ്ങനെ പണി കൊടുത്തിട്ട് പകുതിക്കുന്ന ശൈലച്ചിറ്റ. എന്നാലും അവിടെ ചെല്ലുമ്പോ മുറിച്ച് പകുതി എടുക്കുന്നവർക്ക് ആ ചക്ക ഉണ്ടാവുള്ളേ, അല്ലാത്തവർക്ക് ആർക്കും കൊടുക്കൂല. അമ്മായി ഇപ്പളേ പറഞ്ഞേക്കാ. ആകണ്ട അവിടെ ഞാൻ അനങ്ങുന്നില്ല. ശൈലച്ചിട്ട അനങ്ങാണ്ട് നിൽക്കണം അവിടെ. അപ്പൊ ശൈലച്ചിട്ടക്ക് ആ ഭാഗമുള്ളൂ, ആ ഭാഗം കൊണ്ടുപോയോണ്ട് കോമഡി തന്നെ. ചക്കയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ആളും ചക്കയുമായി പോവുകയാണ്. ടാറ്റ പറഞ്ഞ ഞങ്ങൾ ചക്ക ഉണ്ട് കേട്ടോ, വലിയൊക്കെ ഉണ്ട്, ചെറിയൊക്കെ കയ്യിലും. ഓക്കെ ടാറ്റ. എന്താ പറഞ്ഞ അതുകൊണ്ടാണല്ലേ വലിയൊക്കെയെല്ലാം പോയി. ശശരമ്മായിട്ട് ചക്ക മാട്ടിയില്ല. എന്നാലും പാവ അമ്മായിനെ പരിച്ചല്ലേ. സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം കൊഴിഞ്ഞ പൂകൾ പെറുക്കിയെടുത്തു കൂടുകൂട്ടും ഹൃദയം കൊഴിഞ്ഞ പീലികൾ എന്നാണല്ലേ കൂടുകേട്ടും ഹൃദയം കൊഴിഞ്ഞ പൂവിലും വീണ പൂവിലും വീഴുന്നൊരുക്കും ഹൃദയം എപ്പോഴും വീഴുന്നൊരുക്കും ഹൃദയം മംഗലി നിയോഗിക്കുമോ സ്വപ്നത്തിനെങ്കിലും ഈ ഗാനം. പിന്നെ ചില വരികളെല്ലാം മേലെ വണ്ടി ಹೋಗದು നേരു ಬಿಟ್ಟು ನೆಲವ ಮೇಲೆ ದೋಣಿ ಹೋಗದು ನಿನ್ನ ಬಿಟ್ಟು ನನ್ನ ನಾನು ನನ್ನ ಬಿಟ್ಟು ನಿನ್ನ ನೀ ಜೀವನ ಸಾಗದು ಜೀವನ ಸಾಗದು ആയിരം പേർ വരും കരയുമ്പോൾ കരയാൻ എന്നിൽ മാത്രം വരും എന്നിൽ മാത്രം വരും സുഖമൊരു നാളൊരു പിരുന്നു ദുഃഖമോ പിരിയാത്ത സുന്ദരക്കാരൻ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ എന്നിൽ മാത്രം വരും നീഴൽ അങ്ങനെ ഐഷും പോവുകയാണ്. ടാറ്റ ടാറ്റ ടാറ്റ. ഓക്കെ അങ്ങനെ എല്ലാരും പോയി. അതെന്താ അതേക്കണ എല്ലാരും പോയി. അപ്പൊ നടുക്ക് വരുത്തി സൂര്യ, നീ എന്താ പോവാത്തെ? റെഡിയായി നിക്കണ് കൈസ്. അതിന്റെ പുറകെ ഓട്ടം വരുമ്പോ മാക്സ് മാറ്റി പോകാനുള്ള പരിപാടിയില്ല. അപ്പൊ എന്നാ പിന്നെ ഈ വ്ളോഗ് നമുക്കവിടെ വൈൻഡപ്പ് അടിച്ചൂടെ? അപ്പൊ എന്നെ കൂടി കാണിക്കട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ളൊരു വ്ളോഗായിരുന്നു. ഒരുപാട് സന്തോഷം, എല്ലാവർക്കും സന്തോഷം അല്ലേ? എല്ലാവരുടെ മുഖത്തും ചിരി. ഇങ്ങനൊരു ദിവസങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, ഞങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ഒത്തുകൂടാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.